പരസ്പര പിന്തുണ സമൂഹങ്ങൾക്ക് എത്രയധികം ആവശ്യമാണെന്നുള്ളത് ഈ ആഘോഷകാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. 2024 ഗാമ ചാരിറ്റി സബ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ വഴി കുറച്ച് ആൾക്കാരുടെയെങ്കിലും ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഫുഡ് ഫോർ ലൈഫ്സ് എന്ന ചാരിറ്റി ഓർഗനൈസേഷനുമായി കൈകോർത്തുകൊണ്ട് നമ്മൾ അറ്റ്ലാന്റയിലെ ഭവനരഹിതർക്ക് ഭക്ഷണപ്പൊതികൾ ഉണ്ടാക്കി ഡൗൺ ടൗണിൽ വിതരണം ചെയ്തു. അടുത്തതായി നമ്മൾ ചെയ്തത് അമേരിക്കയിലേക്ക് അഭയാർത്ഥികളായി വന്നവർ താമസിക്കുന്ന ക്ലാർക്സ്റ്റൺ എന്ന കമ്മ്യൂണിറ്റിയിൽ ഭക്ഷണം വിതരണം ചെയ്യുകയായിരുന്നു. നമ്മുടെ പ്ലാറ്റിനം സ്പോൺസറായ ക്ലൗഡ് ക്യൂബ് ഈ സംരംഭത്തിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. ലൈഫ് സൗത്ത് കമ്മ്യൂണിറ്റി ബ്ലഡ് സെൻ്ററുമായി ചേർന്ന് നമ്മൾ വളരെ വിജയകരമായ ഒരു രക്തദാന ക്യാമ്പും സംഘടിപ്പിച്ചു. കാലത്തെ അതിജീവിച്ച് തലയുയർത്തി നിൽക്കുന്ന പർവ്വതങ്ങളെപ്പോലെയാണ് നമ്മുടെ സമൂഹത്തിലെ മുതിർന്നവർ. അവരെയും അവരുടെ കഴിവുകളെയും ആദരിക്കാൻ ഗാമ 2024 സീനിയർ സബ് കമ്മിറ്റി സംഘടിപ്പിച്ച സീനിയർ ഇവൻ്റാണ് സ്നേഹപൂർവ്വം. മരുഭൂമികൾ ചെറുത്തുനിൽപ്പിനെപ്പറ്റി പഠിപ്പിക്കുന്നത് പോലെ നമ്മുടെ മുതിർന്നവർ നമ്മെ ജീവിത കാഠിന്യത്തിൽ നിന്നുള്ള ശക്തിയെപ്പറ്റി പഠിപ്പിക്കുന്നു. യൂത്ത് സബ് കമ്മിറ്റി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഒരു മോക്ക് സാറ്റ് നടത്തുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ കൊച്ചുകൂട്ടുകാർക്ക് വേണ്ടി ഒരു ചിത്രരചനാ ക്യാമ്പും സംഘടിപ്പിച്ചു. ഗാമയുടെ ഈ വർഷത്തെ പരിപാടികൾ ഇത്രയും ഭംഗിയായി നടക്കാൻ കാരണം നിങ്ങൾ ഓരോരുത്തരും അതിലേക്ക് സംഭാവന ചെയ്ത നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ്. ഗാമയുടെ വോളണ്ടിയർ സബ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും അഭിമാനപൂർവ്വം പറഞ്ഞുകൊള്ളട്ടെ, ഗാമയുടെ ചരിത്രത്തിൽ ആദ്യമായി ഈ വർഷത്തെ എല്ലാ പരിപാടികളിലും കൂടെ ചേർന്ന് 200-ൽ പരം വോളണ്ടിയേഴ്സ് അവരുടെ സമയം ഇവിടെ ചെലവഴിച്ചു. അതുവഴി 1500-ൽ പരം വോളണ്ടിയർ അവേഴ്സ് നമുക്ക് കമ്മ്യൂണിറ്റിക്ക് തിരിച്ചു നൽകാൻ പറ്റി. മഴക്കാടുകൾ ജീവനെ പരിപോഷിപ്പിക്കുന്നത് പോലെ നിങ്ങൾ ഓരോരുത്തരുടെയും സംഭാവനകൾ ഗാമയെ വളർത്തുന്നു. ജീവിതയാത്രയിൽ സ്നേഹം നിറഞ്ഞ മനസ്സുകളാണ് പ്രധാനം എന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. സാഹോദര്യത്തോടും അനുകമ്പയോടും കൂടി നമുക്ക് ഈ യാത്ര തുടരാം. നമ്മൾ ഇപ്പോൾ കണ്ട അലാദീൻ്റെ കഥ വിപുലമായ ഒരുപാട് കഥാപാത്രങ്ങളെ സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു മായാജാല യാത്രയായിരുന്നു. അതുപോലെ തന്നെ 2024 ഗാമ കൾച്ചറൽ കമ്മിറ്റി അറ്റ്ലാന്റ മലയാളികളുടെ കഴിവുകളെയും ഊർജത്തെയും സമന്വയിപ്പിച്ച് നടത്തിയ വിവിധങ്ങളായ പരിപാടികൾ വർണ്ണവിസ്മയങ്ങൾ തീർത്ത മായാജാല കാഴ്ചകൾ തന്നെയായിരുന്നു. ഈ യാത്രയുടെ തുടക്കം കുറിച്ചത് 2024 ജനുവരി 1 അതിന്റെ ആദ്യ ഫലം പുറത്തു വന്നത് ഗാമ 2024 ഇനോഗ്രേഷനോടനുബന്ധിച്ച് നടത്തിയ സ്റ്റേജ് ഷോയിലായിരുന്നു. ഗാമയുടെ ചരിത്രത്തിൽ ആദ്യമായി 257 പേർ പങ്കെടുത്തതും 2 മണിക്കൂർ 57 മിനിറ്റ് നീണ്ടുനിന്ന് പദയാത്ര എന്ന നോൺ സ്റ്റോപ്പ് സ്റ്റേജ് ഷോ കേരളത്തിന്റെ വടക്കേ അറ്റമായ കാസർഗോഡിൽ നിന്നും തുടങ്ങി തെക്കേ ജില്ലയായ തിരുവനന്തപുരത്ത് അവസാനിച്ച് ഈ സംഗീത നാട്യ നൃത്ത ആവിഷ്കാരം ഏവരെയും ഒരു തവണയെങ്കിലും കേരളം എന്ന മനോഹരമായ നമ്മുടെ സംസ്ഥാനത്തിലേക്ക് എത്തിച്ചു. പദയാത്രയ്ക്ക് ശേഷം നാം കണ്ടത് ആരവം എന്ന ഓണാഘോഷ പരിപാടിയായിരുന്നു.
ഊട്ടുപുരയും തട്ടകവും കൂത്തമ്പലവും ഓണച്ചന്തയും ഗോതയുമായി നിറഞ്ഞു നിന്നൊരോണം. ബാലകലോത്സവവും യുവജനോത്സവവും ഓണക്കളികളും പൂക്കളുമായി കിട്ടുണ്ണി നിറഞ്ഞാടിയൊരോണം. അതിൽ തിലകക്കുറിയായി മാവേലിയുടെ വരവ്. കൊടിയേറ്റ് മുതൽ കൊടിയിറക്കുന്നത് വരെ 60ഓളം വ്യത്യസ്തങ്ങളായ പരിപാടികൾ, 300-ൽ പരം കലാകാരന്മാരും കലാകാരികളും. ഇതെല്ലാം നടന്നത് നോർത്ത് അറ്റ്ലാന്റയിലെ ഏറ്റവും വലിയ പെർഫോമൻസ് സെൻ്ററായ ഫൊക്കാലിൽ. ഗാമയുടെ ചരിത്രത്തിൽ ആദ്യമായി രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ നടന്ന ഈ ഓണാഘോഷ യാത്രയിൽ പങ്കെടുത്തത് 2000-ൽ പരം അറ്റ്ലാന്റ മലയാളികളായിരുന്നു. പദയാത്രയ്ക്കും ആരവത്തിനും ശേഷം ഈ ക്രിസ്മസ് യാത്രയ്ക്ക് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ, അഥവാ ഈ യാത്രയിലായിരിക്കുമ്പോൾ 2024 ഗാമ കൾച്ചറൽ സബ് കമ്മിറ്റി നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ 1000 നന്ദി രേഖപ്പെടുത്തുകയാണ്. വ്യത്യസ്തങ്ങളായ മായാജാല കാഴ്ചകളുമായി ലോകത്തിൻ്റെ ഒരു കോണിൽ നിന്നും മറ്റൊരു കോണിലേക്ക് സഞ്ചരിക്കുന്ന ഈ അവസരത്തിൽ ഒരു പിടി നല്ല ഓർമ്മകൾ സൃഷ്ടിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഓർമ്മകൾ സൃഷ്ടിച്ചുകൊണ്ട് നമ്മൾ കടന്നു പോവുകയാണ്. 2024 നമ്മൾ കൈമാറിയ ഒത്തൊരുമയും പങ്കിട്ട കഥകളും അവയുടെ മായാജാല കാഴ്ചകളും, ഏറ്റവും ഉപരിയായി ഈ യാത്രയും ഇവിടെ അവസാനിക്കുന്നില്ല. ജീവിതമാകുന്ന യാത്രയിലെ മറ്റൊരു യാത്ര നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. പിക്ചർ അഭി ഭി ബാക്കി ഹെ ബായ്. മഴയുടെ കുളിരും ലല്ലല്ല, മണ്ണിൽ ചേർന്നുണരുന്ന സംഗീതം, കളിച്ചിരിയുണരും ഉണരും വഴികളിലൊഴുകി. നമ്മുടെ കുട്ടികൾക്ക് മലയാള ഭാഷ പഠിക്കാനും അതിൽ കൂടി മലയാള സംസ്കാരത്തെ അറിയാനുമുള്ള ഒരു ഉപാധിയാണ് ഗാമയുടെ മലയാളം അക്കാദമി. കേരള ഗവൺമെന്റിന്റെ കീഴിൽ നേരിട്ട് പ്രവർത്തിക്കുന്ന മലയാളം മിഷന്റെ കോഴ്സുകളാണ് ഗാമയുടെ മലയാളം അക്കാദമി പിന്തുടരുന്നത്. ഏകദേശം 40-ൽ പരം കുട്ടികളാണ് ഈ വർഷം ഗാമയുടെ മലയാളം അക്കാദമിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഞായറാഴ്ചകളിലും ഓൺലൈനായിട്ടാണ് മലയാളം അക്കാദമിയിൽ പരിശീലനം നൽകുന്നത്. ഇതുകൂടാതെ മലയാളം വർക്ക്ഷോപ്പുകളും മലയാളം അക്കാദമി നടത്തിയിരുന്നു. നിലവിൽ 4 കോഴ്സുകളാണ് മലയാളം മിഷൻ്റേതായിട്ടുള്ളത്. അതിലെ പ്രാഥമിക കോഴ്സായ കണിക്കൊന്നയാണ് ഈ വർഷം കുട്ടികൾ മലയാളം അക്കാദമിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ കോഴ്സും പൂർത്തീകരിക്കാൻ മലയാളം അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ്. ഇതിനുവേണ്ടി മലയാളം അക്കാദമി ബോർഡ് രൂപീകരിക്കാനുള്ള ഒരു അമെൻമെൻറ്റ് ഞങ്ങൾ ഇന്ന് ജനറൽ ബോഡി യോഗത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. ജനറൽ ബോഡി ഈ അമെൻമെൻറ്റ് അംഗീകരിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. മലയാളം അക്കാദമിയുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മൾ കണ്ടതുപോലെ സ്നേഹം പല രൂപത്തിലാണ്. റൊമാൻറ്റിക് കഥകളിലുള്ളതിലുപരി സൗഹൃദത്തിൻ്റെയും ഒരുമയുടെയും ചരടുകൾ സ്നേഹമാണ്. ഈ വർഷത്തെ വുമൻസ് ഫോറം ഈ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ ഒരുപാട് പരിശ്രമിച്ചു. നമ്മൾ കണ്ട ആ ദമ്പതികളുടെ യാത്ര പോലെ വുമൻസ് ഫോറത്തിൻ്റെ ഈ വർഷത്തെ യാത്ര അതിർവരമ്പുകൾക്കപ്പുറത്തുമുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കാനും ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും ആയിരുന്നു. ഗാമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നടത്തിയ വുമൻസ് നൈറ്റ് വഴി വുമൻസ് ഫോറം സൃഷ്ടിച്ചത് സ്ത്രീകൾക്ക് പരസ്പരം ബന്ധങ്ങൾ ഉണ്ടാക്കാനും പഠിക്കാനും അതുവഴി ഉയരങ്ങളിൽ എത്തിച്ചേരാനുമുള്ള ഒരു ഫോറമാണ്.
ഗാമ കമ്മ്യൂണിറ്റിയെ ഒരു കുടുംബമായിട്ട് കണ്ടുകൊണ്ടാണ് വുമൻസ് ഫോറത്തിൻ്റെ അടുത്ത പരിപാടി സംഘടിപ്പിച്ചത്. കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടി ഒരു ഫാമിലി ഡാൻസ് വർക്ക്ഷോപ്പ് വുമൻസ് ഫോറം സംഘടിപ്പിച്ചു. സ്ത്രീകളെ പോലെ കുടുംബത്തെ പൂർണ്ണമാക്കുന്ന പുരുഷന്മാർക്ക് വേണ്ടിയുള്ള ഇവന്റ് ആയിരുന്നു മെൻസ് നൈറ്റ്. ഗാമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നടത്തിയ മെൻസ് നൈറ്റ് വഴി ഒരുപാട് പുതിയ ബന്ധങ്ങൾ സൃഷ്ടിക്കാനും പഴയ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാനും നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് കഴിഞ്ഞു. സ്നേഹം എന്നുള്ളത് നമ്മൾ പരസ്പരം കൊടുക്കുന്ന ഒരു താങ്ങാണ്. നമ്മൾ വളർത്തുന്ന കൂട്ടുകെട്ടുകളാണ്. പരസ്പരം വളരാൻ നമ്മൾ ഒരുക്കുന്ന ഒരിടമാണ്. ഇന്ന് ഈ യാത്ര ഇവിടെ തുടരുമ്പോൾ നമ്മെ ബന്ധിപ്പിക്കുന്ന ഈ സ്നേഹത്തെ നമുക്ക് ആഘോഷിക്കാം. ഈ സ്നേഹമാണ് നമ്മുടെ സമൂഹത്തെ ഉണ്ടാക്കുന്നതും നിലനിർത്തുന്നതും നമ്മൾ ഓരോരുത്തരെയും ഉയർത്തുന്നതും. ജാവ സിമ്പിൾ അല്ലെന്ന് നമ്മൾ മനസ്സിലാക്കിയ വർഷമാണ് 2024. IT അടിസ്ഥാനമാക്കിയാണ് ഗാമ 2024 നടത്തിയ 20ഓളം പരിപാടികൾ വിജയകരമായി നടന്നത്. മനുഷ്യർ തമ്മിലുള്ള പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കുവാനും ഉള്ള ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുവാനും ITക്കുള്ള പങ്ക് കോവിഡിന് ശേഷം നമ്മൾ തിരിച്ചറിഞ്ഞതാണ്. ഇതിന്റെ പ്രതിഫലനമാണ് ഗാമ 2024 500-ൽ പരം ഫാമിലി മെമ്പർഷിപ്പ്. സോഷ്യൽ മീഡിയയും വെബ്സൈറ്റും ഉൾപ്പെടെ ഗാമ 2024 ഡിജിറ്റൽ ഫുട് പ്രിന്റും കമ്മ്യൂണിറ്റി റീച്ചും മനസ്സിലാക്കിയത് കാരണമാണ് ഗാമയുടെ ചരിത്രത്തിൽ ആദ്യമായി 2 ടൈറ്റിൽ സ്പോൺസർ ഉൾപ്പെടെ 70-ൽ പരം സ്പോൺസർമാരെ നമുക്ക് ലഭിച്ചത്. ഇതൊരു അടിത്തറ മാത്രമായിരുന്നു. ലോകത്തിലെ IT ഭീമന്മാരായ ഗൂഗിളിന്റെ വർക്ക് സ്പേസ് മലയാളം അക്കാഡമിക്കും ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന് ക്വിക്ക് ബുക്സ് ഇന്റഗ്രേഷനും എല്ലാവരും നമ്മുടെ കസ്റ്റമർ ആണെന്നുള്ള ബോധ്യത്തിൽ നിന്നും സെയിൽസ് ഫോഴ്സുമായുള്ള ഇന്റഗ്രേഷനും ചേർത്ത് ലോകത്തിന്റെ സ്പന്ദനം കണക്കിലല്ല മൊബൈൽ ആപ്പിലാണെന്നുള്ള ബോധവും ചേർത്ത് ഗാമയുടെ ബ്രാൻഡിനെ ഇനിയും ഉയരങ്ങളിലേക്ക് ഉയർത്താൻ ഇനി വരുന്ന കമ്മിറ്റികൾ ഒരു പഞ്ചവത്സര പദ്ധതി പോലെ അഹോരാത്രം പ്രവർത്തിക്കുമെന്ന് പ്രത്യാശിക്കുന്നു. ഒരു വ്യത്യാസമുണ്ടല്ലോ. ഏലക്ക കരാമ്പട്ട അല്ല, കരാമ്പട്ടയുടെ അല്ല അല്ലേ? അതിൽ ചേർത്തൊക്കെ പറഞ്ഞുതരാം. പക്ഷെ അതിനെക്കാട്ടിലും വലുത് എന്റെ മനസ്സിലെ തോന്നല. പാട്ടും ഡാൻസും നമ്മളെ ഒരുമിപ്പിക്കുന്ന പോലെ പ്രധാനമാണ് ഭക്ഷണത്തിലൂടെ ലോകത്തെ ഒരുമിച്ച് കൊണ്ടുവരുന്ന കലയും. ഉസ്താദ് ഹോട്ടലിൽ നമ്മുടെ കരീംക പറഞ്ഞതുപോലെ വയറ് നിറയ്ക്കാൻ ആരെ കൊണ്ടും പറ്റുമോനെ എന്ന മനസ്സ് നിറയ്ക്കുന്നതിലാണ് യഥാർത്ഥ കൈപുണ്യം. 2024 ഫുഡ് കമ്മിറ്റി ഗാമയുടെ ചരിത്രത്തിലാദ്യമായി 20-ൽ പരം പരിപാടികളിൽ ഭക്ഷണം വിളമ്പി. പങ്കിട്ട ഭക്ഷണത്തിന്റെ സന്തോഷമില്ലാതെ ഒരു ഒത്തുചേരലും പൂർത്തിയാവില്ല എന്ന് നമുക്കറിയാലോ. ഏത് തോണിയും ഒറ്റയ്ക്ക് തുഴഞ്ഞാൽ തോനെ ദൂരം പോവില്ല. കൂടെ തുഴയാൻ ആളുണ്ടെങ്കിൽ അങ്ങനെയല്ല. നമ്മുടെ വോളണ്ടിയർ ചങ് ബ്രോസ്, നിങ്ങൾക്ക് എല്ലാവർക്കും 1000 നന്ദി. നമ്മളെ സുലൈമാനിലെ മോഹബത്താണ് നിങ്ങൾ. Kohli goes down the ground. Kohli goes out of the ground. Wow. 2024 ഗാമ കമ്മിറ്റി ഇക്കൊല്ലം മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട
എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുന്ന 9 തരം സ്പോർട്സ് ഇവന്റ്സ് ആണ് ഓർഗനൈസ് ചെയ്തത്. തന്ത്രങ്ങളും കുതന്ത്രങ്ങളും കൊണ്ടുള്ള ചീട്ടുകൊട്ടാരങ്ങൾ മെനഞ്ഞ ആവേശമേറിയ 28, 56 റമ്മി ടൂർണമെന്റുകളാണ് നമ്മൾ ഈ കൊല്ലം കാർഡ് ഗെയിംസ് കാറ്റഗറിയിൽ നടത്തിയത്. ഇൻഡോർ സ്പോർട്സ് കാറ്റഗറിയിൽ ബാസ്കറ്റ്ബോൾ, വോളിബോൾ, ബാഡ്മിന്റൺ ടൂർണമെന്റുകളാണ് നടത്തിയത്. ബാഡ്മിന്റൺ ടൂർണമെന്റിലെ മിന്നൽ സ്മാഷുകളും വോളിബോൾ ടൂർണമെന്റിലെ മിസൈൽ പോലുള്ള സ്പൈക്കുകളും ഇപ്പോഴും മനസ്സിൽ മായാതെ നിൽക്കുന്നു. ഒരു ഔട്ട് ഓഫ് സ്റ്റേറ്റ് ടീം അടക്കം 8 ടീമുകളിലായി 100-ലധികം പേർ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിൽ പങ്കെടുത്തിരുന്നു. ഔട്ട്ഡോർ സ്പോർട്സ് കാറ്റഗറിയിൽ പിക്കിൾ ബോൾ, ക്രിക്കറ്റ്, സോക്കർ ടൂർണമെന്റുകളാണ് ഓർഗനൈസ് ചെയ്തത്. നിരവധി പേർ പങ്കെടുത്ത പിക്കിൾ ബോൾ ടൂർണമെന്റ് വൻ വിജയമായിരുന്നു. വാശിയോടെ നടന്ന ക്രിക്കറ്റ് ടൂർണമെന്റിൽ 8 ടീമുകളിലായി 120ഓളം പേർ പങ്കെടുത്തിരുന്നു. നമ്മൾ മലയാളികൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഫുട്ബോൾ ഇല്ലാതെ സ്പോർട്സ് എങ്ങനെ പൂർണ്ണമാകും? ഇത്തവണ ഒരു ഔട്ട് ഓഫ് സ്റ്റേറ്റ് ടീം അടക്കം 5 ടീമുകളിലായി 75ഓളം പേർ പങ്കെടുത്തിരുന്നു. വാശിയേറിയ മത്സരങ്ങളും കാണികളെ കോരിത്തെരിപ്പിച്ച ഒട്ടനവധി നിമിഷങ്ങളും സമ്മാനിച്ചാണ് സോക്കർ ടൂർണമെന്റ് അവസാനിച്ചത്. കളിക്കളത്തിലെ വീറും വാശിയും ശത്രുതയും കളിക്കളത്തിൽ തന്നെ ഉപേക്ഷിച്ച് പുറത്തു വന്നുണ്ടാക്കിയ സൗഹൃദങ്ങളാണ് ഈ ടൂർണമെന്റുകളിലെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. ഇക്കൊല്ലത്തെ ടൂർണമെന്റുകളിൽ കൂടുതൽ പേരെ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞതും മലയാളി കമ്മ്യൂണിറ്റിയെ കൂടുതൽ ഒരുമിപ്പിക്കാൻ കഴിഞ്ഞതും ഗാമയുടെ ഒരു വലിയ വിജയമായി കണക്കാക്കുന്നു. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഇൻ സ്പോർട്സ് ഇസ് നോട്ട് ടു വിൻ ബട്ട് ടു ടേക്ക് പാർട്ട്. നമ്മുടെ ടൂർണമെന്റുകളെ വൻ വിജയമാക്കാൻ സഹായിച്ച എല്ലാവർക്കും, പങ്കെടുത്ത എല്ലാവർക്കും, സ്പോൺസേഴ്സിനും എ ബിഗ് താങ്ക് യു ഫ്രം അസ്. യോധയിലെ അരിശമൂട്ടിൽ അപ്പക്കുട്ടൻ പറഞ്ഞ പോലെ നമുക്കിനി അടുത്ത കാവിലെ പാട്ട് മത്സരത്തിൽ കാണാം. Goodbye and 2024 Sports Committee signing off. കേരളം ഒരു കാർഷിക സംസ്കാരമുള്ള സംസ്ഥാനമാണ്. ആ പൈതൃകം നിലനിർത്താനാണ് നമ്മൾ കർഷകശ്രീ എല്ലാം കൊല്ലം നടത്തുന്നത്. കർഷകശ്രീയിൽ പങ്കെടുത്തവർ അവരുടെ പച്ചക്കറികൾ ഓണത്തിനോടനുബന്ധിച്ചോടുള്ള ഓണച്ചന്തയിൽ വന്ന് നമ്മുടെ ഗാമ മെമ്പേഴ്സിന് കൊടുക്കുകയുണ്ടായി. ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം, കവിത പാടും തീരം, കായലലകൾ പുൽകും കണുവലിയുമീറൻ കാറ്റിൽ ഇളഞ്ഞാറിൻ നിലയാടും കുളിരുലാവും നാട്. നിറപൊലിയേകാമെന്നരിയ നേരിന പുതുവിള നേരുന്നോരിനിയ നാടിടാ പാടാ കുട്ടനാടിൻ